ഒരു ദിവസത്തിൻ്റെ അവസാനം കൂടിയെത്തി. ഈ പാടശേഖരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ എന്നെ വേട്ടയാടുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കാം. കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളായിരിക്കാം. ഒരുപക്ഷെ ഇന്നലെ കണ്ടുമറന്ന ചില വ്യക്തികളെ ആയിരിക്കാം. മറക്കാനാവാത്ത നമ്മുടെ ബന്ധുമിത്രാദികളെ ആയിരിക്കാം. ഏതായാലും ഈ പാടശേഖരം കാണുമ്പോൾ എൻ്റെ മനസ്സിലും ചിലതൊക്കെ ഓടിക്കളിക്കുകയാണ്. മനസ്സിൽ പഴയ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പാടവരമ്പത്തൂടെ ഓടി നടന്നതും ഓണക്കാലത്ത് പൂക്കൾ പറിക്കാൻ നടന്നതുമെല്ലാം എൻ്റെ മനസ്സിൽ അങ്ങനെ വീണ്ടും ഓർമ്മകളിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. പാടത്ത് പണിയെടുക്കുന്ന കർഷകർ അവർ പൊന്നു വിളയിച്ചിരിക്കുന്ന ഈ ദൃശ്യചാരുത ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കൊയ്ത്തിൻ്റെ കാലം ആരംഭിച്ചു കഴിഞ്ഞു. പാടവരമ്പത്ത് ഇപ്പോഴും തുമ്പപ്പൂക്കളുണ്ട്. തുമ്പപ്പൂക്കളും ആടി ഉലയുന്ന മന്ദമാരുതനിൽ കുളിർത്തന്നലിൽ തലോടലേറ്റ് മയങ്ങുന്ന കുഞ്ഞു ചെടികളും എല്ലാം എൻ്റെ ഹൃദയത്തിൽ കുട്ടിക്കാലം വീണ്ടും കൊണ്ടുവരുന്നു. മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മന്ദമാരുതൻ എന്നെയും തഴുകിപ്പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എവിടെയോ പഴയ കൊച്ചു കുഞ്ഞ് വീണ്ടും പാടവരമ്പത്തൂടെ ഓടി അങ്ങ് പോകുന്നു. കൂട്ടുകാരോടൊത്ത് കളിക്കൂട്ടുകാർക്കൊപ്പം പാടവരമ്പത്ത് പന്ത് കളിച്ചതും പാടവരമ്പത്ത് ഓടി നടന്നതും പാടത്തിലെ മീനെ പിടിച്ചതും ഒക്കെ ഓർമ്മകളിൽ അങ്ങ് വന്നു പോവുകയാണ്. ഈ ദൃശ്യം നിങ്ങളെയും ഉൾപ്പുളകം കൊള്ളിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പൊന്നുവിളയുന്ന ഈ ഗ്രാമക്കാഴ്ചകൾ ഇനി എത്ര കാലമുണ്ടാകുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും ഇതെല്ലാം ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ നമ്മുടെ മലയാളിയുടെ മലയാളിത്തത്തിൻ്റെ കഥയും കഥാഗതികളും ഗതകാല സ്മരണകളും എല്ലാം ഓർമ്മയുണ്ടായിരിക്കട്ടെ. നന്മകളെന്നും നിറയട്ടെ. ഈ ഭൂമി മുഴുവൻ നമ്മളെ സ്നേഹിക്കട്ടെ. നമ്മളങ്ങ് പ്രകൃതിയെയും സ്നേഹിക്കട്ടെ. പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി തിരിച്ചു തരുന്നത് ഇതൊക്കെ തന്നെയാണ്. പൊന്നുവിളയുന്ന ഈ ഭൂമിയെ സ്നേഹിച്ചാൽ ഇത് തന്നെയാണ് നമുക്കും ലഭ്യമാവുക. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുകയാണ്. അങ്ങകലെ നിന്ന് ഒരു ക്ഷേത്രത്തിൽ നിന്ന് അയ്യപ്പൻ്റെ പാട്ട് കേൾക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് പെരുന്നാളിൻ്റെ വെടിക്കെട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ നന്മയുടെ പ്രതീകങ്ങൾ തന്നെയാണ്. മലയാളിയുടെ സ്നേഹത്തിൻ്റെ പ്രതീകം.